എംപിമാർ മത്സരിക്കേണ്ടെന്ന തീരുമാനത്തിൽ കെ സുധാകരന് കടുത്ത അതൃപ്തിയെന്ന സൂചന. വൈകാരിക ഫേസ്ബുക്ക് പോസ്റ്റുമായി കെ സുധാകരൻ കണ്ണൂരിലെ പോരാട്ടങ്ങൾ എടുത്തു പറഞ്ഞാണ് പോസ്റ്റ്. കണ്ണൂരിലെ കോൺഗ്രസ് തന്റെ മേൽവിലാസമാണ്. പിന്നിട്ട കനൽ വഴികൾ മറ്റുള്ളവർക്ക് മറക്കാനാകും, തനിക്ക് മറക്കാനാകില്ലെന്നും പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ്. കണ്ണൂർ എന്നത് എന്റെ ഹൃദയരക്തമാണ്. കണ്ണൂരിലെ കോൺഗ്രസ് എന്നും എന്റെ മേൽവിലാസവുമാണ്. കല്ലിൽ നിന്നും, കത്തിയിൽ നിന്നും, അരിവാളിൽ നിന്നും, ബോംബിൽ നിന്നും തള്ളക്കോഴി കുഞ്ഞുങ്ങളെ ചിറകിനടിയിൽ സംരക്ഷിക്കുന്നത് പോലെ ഞാൻ മുന്നിൽ നിന്ന് പൊരുതി സംരക്ഷിച്ചത് എന്റെ സഹോദരരെ കമ്മ്യൂണിസ്റ്റ് കബാലികർ ഉപദ്രവിക്കുന്നത് കണ്ടു നിൽക്കാൻ എനിക്കൊരിക്കലും സാധിക്കില്ല. കണ്ണൂർ ഹൃദയരക്തം ഇറ്റി വീണ നമ്മുടെ മണ്ണാണ്. പൊരുതി വിജയിച്ച കോൺഗ്രസുകാരുടെ ത്യാഗഭൂമിയാണ്. ആ മണ്ണിന് വേണ്ടി കോൺഗ്രസിന്റെ ത്രിവർണ്ണ പതാക നെഞ്ചിലേറ്റി കെ സുധാകരൻ എന്നും മുന്നിൽ തന്നെ ഉണ്ടാകും. എന്റെ ചോരയും വിയർപ്പും വീണ മണ്ണിൽ, എന്റെ സഹപ്രവർത്തകരുടെ ചോര വീണ മണ്ണിൽ, ഉറ്റവരെ നഷ്ടപ്പെട്ട പ്രിയപ്പെട്ടവരുടെ ചങ്കു പിളർന്ന വിലാപങ്ങൾ ഉയർന്ന മണ്ണിൽ കെ സുധാകരൻ തലയുയർത്തി നിൽക്കും. എന്റെ പ്രസ്ഥാനത്തെ സംരക്ഷിക്കാനുള്ള പ്രവർത്തനത്തിനിടയിൽ എന്റെ വീടിനെയും വീട്ടുകാരെയും കുറിച്ച് ഞാൻ ഈ നിമിഷം വരെ ചിന്തിച്ചിട്ടില്ല. എന്നെ കൈപിടിച്ച് വളർന്നവരും പ്രവർത്തിച്ചവരുമാണ് ഇന്ന് കണ്ണൂരിലുള്ള ഓരോ നേതാക്കളും. ഞാൻ അറിയാത്ത കണ്ണൂരില്ല, എന്നെ അറിയാത്ത കണ്ണൂരുമില്ല. കടന്നു വന്ന കനൽ വഴികൾ ഒരുപക്ഷെ മറ്റുള്ളവർക്ക് മറക്കാനാകുമായിരിക്കും. പക്ഷെ എനിക്കതൊന്നും മരണത്തിലും മറക്കാനാവാത്ത പച്ചയായ യാഥാർത്ഥ്യങ്ങളാണ്. കെ സുധാകരന്റെ വൈകാരികമായ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പോൾ കണ്ടത്. എംപിമാർ മത്സരിക്കേണ്ടെന്ന തീരുമാനത്തിൽ കെ സുധാകരൻ ഇപ്പോൾ കടുത്ത അതൃപ്തിയെന്നാണ് ലഭിക്കുന്ന സൂചന. വൈകാരികമായ ഫേസ്ബുക്ക് പോസ്റ്റാണ് കെ സുധാകരൻ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. കണ്ണൂരിലെ പോരാട്ടങ്ങളൊക്കെ എടുത്തു പറഞ്ഞാണ് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. കണ്ണൂരിലെ കോൺഗ്രസ് തന്റെ മേൽവിലാസമാണെന്നും പിന്നിട്ട കനൽ വഴികൾ മറ്റുള്ളവർക്ക് മറക്കാനാകും, എന്നാൽ തനിക്ക് മറക്കാനാകില്ല എന്നൊക്കെയാണ് അദ്ദേഹം പോസ്റ്റിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും എംപിമാർ മത്സരിക്കേണ്ട എന്ന തീരുമാനത്തിലാണ് ഇപ്പോൾ കെ സുധാകരൻ തന്റെ അതൃപ്തി അറിയിച്ചിരിക്കുന്നത്. ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് തനിക്കിതിൽ ഒരു അതൃപ്തി, എംപിമാർ മത്സരിക്കേണ്ട എന്ന തീരുമാനത്തിലുള്ള അതൃപ്തി താൻ ഫേസ്ബുക്കിലൂടെയാണ് ഇപ്പോൾ സുധാകരൻ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും കണ്ണൂരിലെ ഓരോ പോരാട്ടങ്ങളും സഹപ്രവർത്തകരുടെ വേണ്ടി ജീവിച്ച കാലഘട്ടങ്ങളിലെ എല്ലാം എടുത്തു പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. പിന്നിട്ട കനൽ വഴികൾ മറ്റുള്ളവർക്ക് മറക്കാനാകും, പക്ഷെ തനിക്ക് മറക്കാനാകില്ല എന്ന രീതിയിൽ ഒരു അതൃപ്തിയൊക്കെ അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും കണ്ണൂരിനെ പറ്റി വലിയ രീതിയിൽ അദ്ദേഹം പോസ്റ്റിൽ പറയുന്നുണ്ട്. കണ്ണൂരിലെ കോൺഗ്രസ് എന്നും എൻ്റെ മേൽവിലാസമാണ്. കല്ലിൽ നിന്നും കത്തിൽ നിന്നുമൊക്കെ തള്ളക്കോഴി കുഞ്ഞുങ്ങളെ ചിറകിനടിയിൽ സംരക്ഷിക്കുന്നത് പോലെ മുന്നിൽ നിന്ന് പൊരുതി സംരക്ഷിച്ച സഹോദരരെ കമ്മ്യൂണിസ്റ്റ് കബാലികർ ഉപദ്രവിക്കുന്നത് കണ്ടു നിൽക്കാൻ തനിക്ക് ഒരിക്കലും സാധിച്ചിരുന്നില്ല എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും പൊരുതി വിജയിച്ച കോൺഗ്രസുകാരുടെ ത്യാഗഭൂമിയാണ് ആ മണ്ണെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും ത്രിവർണ്ണ പതാക നെഞ്ചിലേറ്റി കെ സുധാകരൻ എന്നും മുന്നിൽ തന്നെ ഉണ്ടാകുമെന്നും തന്റെ ചോരയും വീർപ്പും വീണ മണ്ണിൽ, തന്റെ സഹപ്രവർത്തകരുടെ ചോര വീണ മണ്ണിൽ, ഇത്തരത്തിൽ ചങ്കു പിളർന്ന വിലാപങ്ങളുടെ മണ്ണിൽ കെ സുധാകരൻ എന്നും തലയുയർത്തി നിൽക്കുമെന്നൊക്കെ അദ്ദേഹം വളരെ വൈകാരികമായ രീതിയിലാണ് ഈ ഒരു പോസ്റ്റിലൂടെ പറയുന്നത്. ഒരു കടുത്ത അതൃപ്തി തന്നെയാണ് അദ്ദേഹം ഈ പോസ്റ്റിലൂടെ പറയുന്നത്. എൻ്റെ പ്രസ്ഥാനത്തെ സംരക്ഷിക്കാനുള്ള പ്രവർത്തനത്തിനിടയിൽ അദ്ദേഹത്തിന്റെ വീടിനെ കുറിച്ചോ വീട്ടുകാരെ കുറിച്ചോ ഒന്നും ഈ നിമിഷം വരെ ചിന്തിച്ചിട്ടില്ല. എല്ലാം എൻ്റെ കൈപിടിച്ച് വളർന്നവരും പ്രവർത്തിച്ചവരും ഒക്കെയാണ് ഇന്ന് കണ്ണൂരിലുള്ള ഓരോ നേതാക്കളെന്നും താൻ അറിയാത്ത കണ്ണൂരുമില്ല, തന്നെ അറിയാത്ത കണ്ണൂരുമില്ല എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും കടന്നു വന്ന വഴികളൊക്കെ മറ്റുള്ളവർ മറക്കുമായിരിക്കും, പക്ഷെ തനിക്ക് ഒരിക്കലും ഒന്നും മറക്കാൻ പറ്റത്തില്ല എന്നൊക്കെ ഉള്ള കുറേ മരണത്തിലും മറക്കാനാവാത്ത കുറേ പച്ചയായ യാഥാർത്ഥ്യങ്ങളാണ് എന്നൊക്കെയാണ് അദ്ദേഹം തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും വളരെ വൈകാരികമായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് തന്നെയാണ് ഇപ്പോൾ സുധാകരൻ ഇട്ടിരിക്കുന്നത്. അദ്ദേഹം തൻ്റെ അതൃപ്തിയാണ് ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അറിയിച്ചിരിക്കുന്നത് തന്നെയാണ് സൂചന നൽകുന്നത്. എന്തായാലും എംപിമാർ മത്സരിക്കേണ്ട എന്നൊരു തീരുമാനത്തിന് പിന്നാലെയാണ് ഇപ്പോൾ കെ സുധാകരൻ ഇത്തരത്തിലൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഇതിൽ തനിക്കൊരു കടുത്ത അതൃപ്തി ഉണ്ട് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു പോസ്റ്റിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. എന്തായാലും കണ്ണൂരിലെ പോരാട്ടങ്ങളൊക്കെ ഓരോന്നോരോന്നായി എടുത്തു പറഞ്ഞാണ് അദ്ദേഹം ഈ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. എന്തായാലും കണ്ണൂരിൽ കോൺഗ്രസ് തൻ്റെ മേൽവിലാസമാണെന്നും പിന്നിട്ട കനൽ വഴികളെ പറ്റിയൊക്കെ അദ്ദേഹം വിശദമായി തന്നെ ഈ ഒരു പോസ്റ്റിലൂടെ പറയുന്നുണ്ട്. എന്തായാലും കെ സുധാകരൻ തൻ്റെ വൈകാരികമായ രീതിയിലാണ് ഈ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. എംപിമാർ മത്സരിക്കേണ്ടെന്നുള്ള തീരുമാനത്തിൽ കടുത്ത അതൃപ്തി സൂചിപ്പിച്ചിരിക്കുകയാണ് കെ സുധാകരൻ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ. പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് തന്നെയാണ്.
റേഷൻ കാർഡിൽ പേര് ചേർത്തതുമായി ബന്ധപ്പെട്ട് പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീനാദേവി കുഞ്ഞമ്മ വിവാദത്തിൽ. കാർഡ് ഉടമകളുടെ പരാതിയെ തുടർന്ന് റേഷൻ കാർഡ് ജില്ലാ സപ്ലൈ ഓഫീസർ വെട്ടി. ശ്രീനാദേവി തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് റേഷൻ കാർഡിൽ വ്യാജമായി പേര് ചേർത്തെന്നാണ് പരാതി. ശ്രീനാദേവിയുടെ പേര് ചേർത്തത് കാർഡ് ഉടമയുടെ ഭർത്തൃ സഹോദരിയുടെ മകൾ എന്ന് സൂചിപ്പിച്ചാണെന്നും എന്നാൽ കാർഡ് ഉടമയ്ക്ക് ഭർത്തൃ സഹോദരിയോ മകളോ ഇല്ലെന്നും പരാതിയിൽ പറയുന്നുണ്ട്. കാർഡ് ഉടമ 2024 സെപ്റ്റംബർ 18 മരിച്ചു എന്നും പരാതിയിലുണ്ട്. തുവയൂർ കൊല്ലശ്ശേരി വീട്ടിൽ ശ്രീജിത്ത് എസ് പിള്ളയും സഹോദരന്മാരുമാണ് പരാതിക്കാർ. ഈ വിലാസത്തിൽ നിലവിൽ താമസക്കാരില്ലെന്നാണ് കണ്ടെത്തിയാണ് ഇപ്പോൾ റേഷൻ കാർഡ് റദ്ദാക്കിയിരിക്കുന്നത്. എന്തായാലും വിഷയത്തിൽ കോടതിയെ സമീപിക്കുമെന്ന് ശ്രീനാദേവി കുഞ്ഞമ്മ പ്രതികരിച്ചു. നിലവിൽ ഈ വിലാസത്തിലുള്ള വസ്തുവിൽ തനിക്കും അവകാശമുണ്ടെന്നാണ് ശ്രീനാദേവിയുടെ നിലപാട്. മുൻപ് CPI ആയിരുന്നപ്പോൾ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിച്ചപ്പോഴും ഇതേ വിലാസത്തിലായിരുന്നു റേഷൻ കാർഡ്. അന്ന് ആർക്കും പരാതിയില്ലായിരുന്നു. സപ്ലൈ ഓഫീസർ CPI നിർദ്ദേശപ്രകാരമാണ് നടപടിയെടുത്തതെന്നുമാണ് ഇപ്പോൾ ശ്രീനാദേവി കുഞ്ഞമ്മ ആരോപിക്കുന്നത്. റേഷൻ കാർഡിൽ പേര് ചേർത്തതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ശ്രീനാദേവി കുഞ്ഞമ്മ ഒരു വിവാദത്തിലായിരിക്കുന്നത്. പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗമാണ് ശ്രീനാദേവി കുഞ്ഞമ്മ. കാർഡുടമകളുടെ പരാതിയെ തുടർന്നാണ് ഇപ്പോൾ റേഷൻ കാർഡ് ജില്ലാ സപ്ലൈ ഓഫീസർ വെട്ടിയിരിക്കുകയാണ്. ശ്രീനാദേവി തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് റേഷൻ കാർഡിൽ വ്യാജമായി പേര് ചേർത്തു എന്നൊക്കെയാണ് ഇപ്പോൾ പരാതി വരുന്നത്. കാർഡുടമകളാണ് ഇത്തരത്തിലൊരു പരാതി കൊടുത്തിരിക്കുന്നത്. എന്തായാലും ശ്രീനാദേവിയുടെ പേര് ചേർത്തത് കാർഡുടമയുടെ ഭർത്തൃ സഹോദരിയുടെ മകൾ എന്ന് സൂചിപ്പിച്ചാണെന്നും പക്ഷേ ഈ കാർഡുടമയ്ക്ക് ഭർത്തൃ സഹോദരിയോ മകളോ ഒന്നും ഇല്ലെന്നുമൊക്കെ ഈ ഒരു പരാതിയിൽ പറയുന്നുണ്ട്. എന്തായാലും കാർഡുടമ 2024 സെപ്റ്റംബർ 18 മരിച്ചു എന്നൊക്കെ പരാതിയിൽ പറയുന്നുണ്ട്. തുവയൂർ കൊല്ലശ്ശേരി വീട്ടിൽ ശ്രീജിത്ത് എസ് പിള്ളയും സഹോദരന്മാരുമാണ് ഈ ഒരു പരാതിക്കാർ. ഈ വിലാസത്തിൽ നിലവിൽ താമസക്കാരില്ല എന്ന് കണ്ടെത്തിയിട്ടാണ് ഇപ്പോൾ റേഷൻ കാർഡ് റദ്ദാക്കിയിരിക്കുന്നത്. എന്തായാലും വിഷയത്തിൽ കോടതിയെ സമീപിക്കുമെന്നാണ് ഇപ്പോൾ ശ്രീനാദേവി കുഞ്ഞമ്മ പ്രതികരിക്കുന്നത്. എന്തായാലും ഈ വിലാസത്തിലുള്ള വസ്തുവിൽ തനിക്കും അവകാശമുണ്ടെന്നൊക്കെയാണ് ശ്രീനാദേവിയുടെ നിലപാട്. എന്തായാലും മുൻപ് CPI ആയിരുന്നപ്പോൾ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിച്ചപ്പോഴും ഒക്കെ ഇതേ വിലാസത്തിലായിരുന്നു ഈ ഒരു റേഷൻ കാർഡ് ഉണ്ടായിരുന്നത്. അന്ന് ആർക്കും ഒരു പരാതിയും ഇല്ലായിരുന്നു. പക്ഷേ സപ്ലൈ ഓഫീസർ CPIയുടെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിൽ കാർഡ് റദ്ദാക്കുന്ന ഒരു നടപടി എടുത്തതെന്നൊക്കെയാണ് ഇപ്പോൾ ശ്രീനാദേവി കുഞ്ഞമ്മ ആരോപിക്കുന്നത്. തിരുവനന്തപുരം ചാലയിലെ VS ഹോട്ടലിൽ നിന്നും ഗ്യാസ് കുറ്റി മോഷണം പോയി. പുലർച്ചെ 2 മണിയോടെയാണ് ഗ്യാസ് നിറച്ച കുറ്റി മോഷണം പോകുന്നത്. പകുതി ഉപയോഗിച്ച 2 കുറ്റികൾ ഉണ്ടായിരുന്നെങ്കിലും കള്ളൻ അത് മോഷ്ടിച്ചില്ല. ഗ്യാസ് കുറ്റി മോഷ്ടിക്കുന്നതിൻ്റെ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടത്. ഇപ്പോൾ സ്വർണ്ണത്തേക്കാൾ വിലയാണ് ഇപ്പോൾ ഗ്യാസ് കുറ്റിക്ക്. വലിയൊരു പ്രതിസന്ധിയാണ് രാജ്യമൊട്ടാകെ. ഇപ്പോൾ പാചകവാതക പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഗ്യാസ് കുറ്റി മോഷണം ഇപ്പോൾ ഒരു പതിവായിരിക്കുകയാണ്. ഇപ്പോൾ നിറച്ച ഗ്യാസ് കുറ്റി മോഷ്ടിക്കുന്ന ഒരു CCTV ദൃശ്യങ്ങളൊക്കെയാണ് ഇപ്പോൾ കാണുന്നത്. പശ്ചിമേഷ്യയിലൊക്കെ വലിയ രീതിയിൽ സംഘർഷം ഉയർന്ന സാഹചര്യത്തിൽ രാജ്യമൊട്ടാകെ പാചകവാതക സിലിണ്ടറുകളുടെ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ധാരാളം ഹോട്ടലുകളുമൊക്കെ ഇത്ര അടച്ചു പൂട്ടുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഗ്യാസ് കുറ്റി മോഷണം പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും ഈ ഒരു പ്രതിസന്ധിയിലാണ് ഇപ്പോൾ VS ഹോട്ടലിൽ നിന്നാണ് ഇപ്പോൾ ഗ്യാസ് കുറ്റി മോഷണം പോയിരിക്കുന്നത്. പുലർച്ചെ 2 മണിയോടെയാണ് ഗ്യാസ് നിറച്ച കുറ്റി മോഷണം പോകുന്നത്. പക്ഷേ കള്ളൻ പകുതി നിറച്ച 2 കുറ്റികൾ ഉണ്ടായിരുന്നെങ്കിലും കള്ളൻ അത് മോഷ്ടിച്ചിട്ടില്ല. ഗ്യാസ് കുറ്റി മോഷ്ടിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. തിരുവനന്തപുരം ചാലയിലെ VS ഹോട്ടലിൽ നിന്നാണ് ഇത്തരത്തിൽ മോഷ്ടാവ് ഗ്യാസ് കുറ്റി മോഷ്ടിച്ചിരിക്കുന്നത്.